അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. പതിവ് പോലെ അല്ല കേട്ടോ ഞാൻ എഴുന്നേറ്റത്. വെളുപ്പിന് 3 മണിയായപ്പോഴേ എണീറ്റു, വീടെല്ലാം ക്ലീൻ ചെയ്തു, കുളിച്ചു, വിളക്ക് കത്തിച്ചു, അത്തപ്പൂക്കളം ഇട്ടു. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. എനിക്ക് വലിയതായിട്ട് അത്തപ്പൂവൊന്നും ഇടാൻ അറിയത്തില്ല, എന്നാലും ഞാൻ എൻ്റെ രീതിയിലൊക്കെ ഇട്ടു. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ സദ്യ ഉണ്ടാക്കിയതിൽ എല്ലാ വിഭവവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിച്ചിട്ട് നല്ലതാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ അമ്മയൊരു കുക്കാണ്, എൻ്റെ അമ്മായിയമ്മയും ഒരു കുക്കാണ്. അവർ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ. അവരിൽ നിന്ന് എനിക്ക് കുറേ ടിപ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അവർ രണ്ടുപേരെയും വിളിച്ച് ചോദിക്കാറുണ്ട്. അവർ പറഞ്ഞു തരുമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനിതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടു, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മാളിൽ പോയപ്പോഴത്തേക്കും അവിടെ കുറേ പാൽപ്പായസം, ഒരുപാട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം മാളിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഉച്ചയായപ്പോഴത്തേക്കും എല്ലാവരും വീട്ടിലെ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവർക്കെല്ലാം സദ്യയെല്ലാം വിളമ്പി കഴിഞ്ഞു. ഫാമിലിയായിട്ട് കുറേ വർത്തമാനം പറഞ്ഞു, അവരായിട്ട് ടൈം കുറേ സ്പെൻഡ് ചെയ്തു. ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗുണ്ടപ്പനാണ്. ഗുണ്ടപ്പൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. മുണ്ടൊക്കെ ഉടുത്ത്, പിന്നെ എന്താ പറയുക, മുണ്ടൊക്കെ മടക്കി കുത്തി അവൻ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അവനും സദ്യയൊക്കെ ഉണ്ട്. അങ്ങനെ അവനുമായിട്ട് കുറച്ച് നേരം കളിച്ച് സമയങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോൾ ഒരു ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ സിനിമയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോയി. മദ്രാസിയാണ് കണ്ടത്. സിനിമ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ ഓണം ഇങ്ങനെയാണ് അന്നത്തെ ദിവസം കഴിഞ്ഞത്. അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ഓണം. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് ദൈവത്തിനോട് ഞാനും പ്രാർത്ഥിക്കാം. നിങ്ങളും സന്തോഷമായിട്ട് ഇരിക്കൂ. അപ്പോൾ വൺസ് അഗൈൻ ഹാപ്പി ഓണം.